ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് റാഗിപ്പൊടിയാണ്. വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ ഇത്. 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. 2 കപ്പ് അളവിലാണ് കേട്ടോ ചിരകിയ തേങ്ങ ചേർക്കുന്നത്. ഇനി വേണ്ടത് ഏലക്കയാണ്. ഒരു 3 ഏലക്കയുടെ കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയിലേക്ക് റാഗിയുടെ മിക്സ് ചേർക്കാവുന്നതാണ്. ഇനി നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മസ്ലിൻ ക്ലോത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്തോ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ആദ്യം നമുക്ക് ഒരു അരിപ്പയിൽ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് തന്നെ നമ്മുടെ അരിപ്പയിലൂടെ ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവണയും കൂടി ഒന്ന് അരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് വേണം ഒന്ന് അരിച്ചെടുക്കാനായിട്ട്. മറ്റൊരു ബോളിലേക്ക് ഒരു മസ്ലിൻ ക്ലോത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ റാഗി മിക്സ് ചേർക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഞാൻ എല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരല്പം പോലും തരിയൊന്നുമില്ലാതെ നല്ല രീതിക്ക് നമ്മുടെ റാഗി മിൽക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആകെ നമുക്ക് വേണ്ടത് 5 കപ്പ് അളവിലാണ് കേട്ടോ റാഗി മിൽക്ക് വേണ്ടത്. ഇതിപ്പോൾ അളന്ന് നോക്കിയിട്ട് എങ്ങാനും കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്ട്രാ വെള്ളം ചേർക്കാവുന്നതാണ്. അരിച്ചെടുത്തപ്പോഴത്തേക്കും ആകെ 4 കപ്പും ഒരല്പം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് 5 കപ്പായിട്ടാണ് നമ്മളിപ്പോൾ റാഗി മിൽക്ക് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ റാഗി എല്ലാം ഒന്ന് കട്ടായി തുടങ്ങും. അതിൻ്റെ പേരിലാണ് കൈയെടുക്കാതെ ഇളക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റാഗി എല്ലാം നല്ല രീതിക്ക് ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ സ്വീറ്റ് ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിലും അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടും രുചികരവുമായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ഇതുപോലെ നമ്മുടെ റാഗി മിൽക്കെല്ലാം ഇങ്ങനെ ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. 250 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. ശർക്കര പാനിയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വീണ്ടും യോജിപ്പിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതിനനുസരിച്ചിട്ട് ശർക്കര പാനി ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് നിന്ന് കുറുകി വരണം. ആ ഒരു സമയം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരല്പ സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് കട്ടിയായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ്. നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് ഒരല്പം നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ കടായിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വരാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ട് വരണം എന്നുള്ള ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് വിട്ട് വന്നാൽ മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുറച്ച് നട്ട്സ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായി കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ച് കഴിക്കണം താല്പര്യമുള്ളവർക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണ്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കത്തി കൊണ്ട് ഇളക്കി കൊടുക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് പാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ വഴുതി വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഒന്നുകിൽ ഇതിങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് കമിഴ്ത്തിയിട്ടിട്ട് കട്ട് ചെയ്ത് അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു റാഗി പുഡിങ്ങാണ് കേട്ടോ.
ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു പുഡിംഗ് ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.